നമസ്കാരം. ചാനൽ 91 കെയർ ക്ലിനിക്കിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് കെയർ ക്ലിനിക്കിൽ നമ്മോടൊപ്പം അതിഥിയായുള്ളത് ഗ്രേസസ് ക്ലിനിക്കിലെ ഡോക്ടർ ഗ്രേസ് തോമസ് ആണ്. ഡോക്ടറിനെ നമുക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ഇന്നത്തെ കെയർ ക്ലിനിക്കിലേക്ക്. നമസ്കാരം ഡോക്ടർ, വെൽക്കം. ഡോക്ടർ, ഇന്ന് നമ്മുടെ ടോപ്പിക്കായിട്ട് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് അല്ലേ? അതിൽ തന്നെ ഹോമിയോപ്പതി എത്രത്തോളം നല്ല റോള് വഹിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ലൈഫ് സ്റ്റൈൽ രോഗങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം, ജീവിതശൈലി കൊണ്ട് നമ്മൾ വരുത്തി വെക്കുന്ന രോഗങ്ങൾ അല്ലേ? പ്രധാനമായും അവ ഏതൊക്കെയാണെന്നും അവയ്ക്ക് ഓരോന്നിനും നമ്മുടെ ഹോമിയോപ്പതിയിലുള്ള ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ആദ്യം ഒബീസിറ്റിയാണ്. അതെ. പിന്നെ ഡയബറ്റീസ് മെലിറ്റസ് ടൈപ്പ് 2, പ്രമേഹം. അത് കഴിഞ്ഞിട്ട് ഹൈ ബ്ലഡ് പ്രഷർ. ഓക്കെ. പിന്നെ ലിവറിൻ്റെ ഫാറ്റി ഡീജനറേഷൻ, ലിവറിൻ്റെ ഫാറ്റി ലിവർ. ഓക്കെ. അതുകൊണ്ട് ഈ അസുഖങ്ങൾക്ക് മെയിനായിട്ടും മരുന്നിനോടൊപ്പം ഡയറ്റും എക്സസൈസസും ഒക്കെയാണ് ഇമ്പോർട്ടൻ്റ്. അതെ. നമ്മൾ ഏത് സിസ്റ്റം മരുന്നാണ് എടുക്കുന്നതെങ്കിലും മരുന്ന് മാത്രം ചെയ്താൽ പോരാ. അതെ. യു ഹാവ് ടു ചേഞ്ച് യുവർ ലൈഫ് സ്റ്റൈൽ. ആൻഡ് ദിസ് ഈസ് നോട്ട് സംതിങ് ദാറ്റ് യു ആർ ഡൂയിങ് ഫോർ എ ഫ്യൂ ഡേയ്സ്. അതെ. ദിസ് ഈസ് സംതിങ് ദാറ്റ് യു ആർ ഗോയിങ് ടു ഫോളോ ഡ്യൂറിങ് യുവർ ഹോൾ ലൈഫ് ടൈം. അതെ. സസ്റ്റെയിൻ ചെയ്യണം. അതാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ മരുന്ന് കഴിച്ചു, അതിൻ്റെ എക്സ്ട്രസ് മരുന്ന് കഴിച്ചു, ഇങ്ങനെ അത് പ്രൊലോങ് ചെയ്ത് പോകാനേ പറ്റൂ. തീർച്ചയായിട്ടും. ഒബീസിറ്റി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം എക്സസൈസിൻ്റെ കുറവ്, എല്ലാവരും പണ്ടത്തെ പോലെ നടത്തമില്ല. ഒബീസിറ്റിക്ക് ഒരുപാട് സോഷ്യൽ ഇതുമുണ്ട്. ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെടും. അതെ, തീർച്ചയായും. സൊസൈറ്റിയിലോട്ട് ചെല്ലുമ്പോൾ മറ്റുള്ളവരെന്ത് പറയും. പിന്നെ ഈ ഒബീസിറ്റി നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഈ ഒബീസിറ്റി തന്നെ ഡയബറ്റീസിലേക്കും ഹാർട്ട് പ്രോബ്ലംസിലേക്കും BP കൂട്ടാനും ഒക്കെ കാരണമാകും. അതുകൊണ്ട് ഒബീസിറ്റി നമ്മൾ വളരെ ആദ്യമായിട്ട് തന്നെ ചെയ്യേണ്ടതാണ്. ഇപ്പൊ കൊച്ചു കുട്ടികളിൽ പോലും ഷുഗറും ഹൈപ്പർ ടെൻഷനും ഒക്കെ കാണുന്നുണ്ട്. അതെ. ഹോമിയോപ്പതിക്കലി ഇതിന് നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യമായിട്ട് തന്നെ നമ്മൾ ആ പേഷ്യൻറ്റിൻ്റെ സിംറ്റംസ് ഒക്കെ കണക്കിലെടുത്ത് ആവശ്യമുണ്ടെങ്കിൽ ബ്ലഡ് ടെസ്റ്റും ഒക്കെ ചെയ്യണം. ഓക്കെ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു തൈറോയിഡ് ഡിസോർഡർ ഉണ്ടെങ്കിൽ വെയിറ്റ് ഗെയിൻ ഉണ്ടാകും. അപ്പോൾ അവിടെ നമുക്ക് തൈറോയിഡ് ഡിസോർഡർ ആദ്യം അഡ്രസ്സ് ചെയ്യണം. അതെ. എന്നാൽ മാത്രമേ ആ വെയിറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെ. അതുപോലെ ഇപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഇപ്പൊ എല്ലാവർക്കും കാണുന്ന ഒരു സംഭവമാണ്. കൊറോണയ്ക്ക് ശേഷം സൂര്യപ്രകാശം അധികം കൊള്ളുന്നില്ല, എല്ലാവർക്കും കാണുന്ന ഒരു ഡെഫിഷ്യൻസി. ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസിയും ഒബീസിറ്റിയിലേക്ക് ലിങ്ക്ഡ് ആണ്. ഓ, അത് ശരി. അപ്പം ഉറക്കമില്ലായ്മ, ഇറിറ്റബിലിറ്റി, ഡിപ്രഷൻ, പിന്നെ എപ്പോഴും അസുഖം വരിക, വെയിറ്റും കൂടുക, ഇതെല്ലാം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകാം. അതെ. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അതും അഡ്രസ്സ് ചെയ്യണം. അതെ. അതും സപ്ലിമെൻ്റ് ചെയ്യണം. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് നമ്മൾ ആ പേഷ്യൻറ്റിന് ചേരുന്ന മരുന്ന് നമ്മൾ സെലക്ട് ചെയ്യണം. അതിന് റെപ്പട്രൈസേഷനിലൂടെ കറക്റ്റ് മെഡിസിൻ കണ്ടുപിടിച്ച് ആ പേഷ്യൻറ്റിന് കൊടുക്കുകയും അതിനോടൊപ്പം ഡയറ്റും റെജിമനും എല്ലാം നമ്മൾ പറയണം. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് ഒബീസിറ്റിക്ക് നമുക്കൊരു റിലീഫ് കിട്ടാം. ഇപ്പം പലപ്പോഴും നമ്മൾ കാണുന്ന ആൾക്കാർ പല സ്ട്രിക്റ്റ് ഡയറ്റ്സ് ഒക്കെ ഫോളോ ചെയ്യും. അതൊക്കെ ഫോളോ ചെയ്യാൻ നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. അത് ചെയ്യുമ്പോഴത്തേക്ക് 10-15 കിലോ ഒക്കെ പെട്ടെന്ന് കുറയും. തീർച്ചയായിട്ടും. പക്ഷേ അത് പെട്ടെന്ന് തിരിച്ചു വരികയും ചെയ്യും നമ്മുടെ പഴയ ലൈഫ് സ്റ്റൈലിലേക്ക് മാറുമ്പോഴത്തേക്ക്. അപ്പോൾ ഇവിടെ നമുക്കതൊരു ലൈഫ് ടൈം ഗോൾ ആയതുകൊണ്ട് 1 മാസത്തിൽ 1/2 കിലോ തൊട്ട് 1 കിലോ വരെ കുറഞ്ഞാൽ മതി. അതെ. അത് സ്റ്റഡി ആയിട്ട് പോകണം.
അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു വർഷം കൊണ്ട് 10-12 കിലോ ഒക്കെ മാറും. ആ സമയത്ത് നമ്മുടെ ലൈഫ് സ്റ്റൈലും നമുക്ക് മോഡറേറ്റ് ചെയ്ത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ച് പുറത്തുള്ള ആഹാരമൊക്കെ കട്ട് ചെയ്ത്, മെയിൻ കാരണം ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്. അപ്പോൾ ഒരു ക്യാൻ ഓഫ് ഡ്രിങ്കിൽ ഒരു 28 സ്പൂൺ ഷുഗർ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ദിവസം 2-3 ക്യാനൊക്കെയാണ് ഓരോരുത്തർ കുടിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള എക്സ്ട്രാ തിങ്സ് എല്ലാം വെട്ടിക്കുറച്ച്, ഷുഗർ കുറച്ച്, എണ്ണമയവും കുറച്ച്, കാർബോഹൈഡ്രേറ്റ് ഫുഡും കുറച്ചൊക്കെ കഴിയുമ്പോൾ അലോങ് വിത്ത് യുവർ മെഡിസിൻ, പിന്നെ പലർക്കുമുള്ള അപകർഷതാബോധം, അങ്ങനെയുള്ള നെഗറ്റീവ് ഇമോഷൻസിനും നമ്മൾ ഹോമിയോപ്പതി മെഡിസിൻസ് കൊടുക്കാറുണ്ട്. അങ്ങനെ ഒബീസിറ്റി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വരുന്നത് ഡയബറ്റിസ് മെലിറ്റസ് ആണ്. അതിൽ ടൈപ്പ് 2 ഡയബറ്റിസും ഒരു ലൈഫ് സ്റ്റൈൽ രോഗമാണ്. ഇവിടെ സെയിം കാരണങ്ങൾ തന്നെയാണ് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസിലെല്ലാം കാരണങ്ങളായിട്ട്. ഡയബറ്റീസ് ഉള്ള ഒരു പേഷ്യൻ്റ് ഷുഗർ കൂടി ആദ്യമായിട്ട് വരുമ്പോൾ ഒരു 130, 140 ഫാസ്റ്റിംഗ്, 150 വരെ ഫാസ്റ്റിംഗ് ലെവലൊക്കെ ഉള്ള രോഗിക്ക് എക്സസൈസും മെഡിക്കേഷനും ഡയറ്റും ഡയറ്റ് കൺട്രോളും കൊണ്ട് നമുക്ക് വളരെ എളുപ്പം തന്നെ നോർമൽ സ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും, മെഡിസിൻ ഒന്നും തുടങ്ങാതെ തന്നെ. ഇനി ആദ്യമായിട്ട് വരുന്ന ഒരു രോഗി വെരി ഹൈ ലെവൽ ഡയബറ്റീസ് ആണെങ്കിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഹോമിയോപ്പതിയിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അവിടെ നമ്മൾ ആദ്യം ആ ഷുഗറിൻ്റെ കുറയാനുള്ള ഒരു മെഡിസിൻ ആദ്യം കൊടുക്കും. അത് കഴിഞ്ഞ് അയാളെ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് അയാൾക്ക് ചേരുന്ന മരുന്ന് നമ്മൾ റെപ്പട്രൈസ് ചെയ്ത് കണ്ടുപിടിച്ച് കൊടുക്കണം. അതായത് ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ച് മെഡിസിന്റെ ഇത് മാറുന്നു അല്ലേ? ഹോമിയോപ്പതി അങ്ങനെയാണ്. അതെ. അപ്പൊ അങ്ങനെ കൊടുത്താൽ മാത്രമേ ഈ രോഗത്തിനും ഒരു കംപ്ലീറ്റ് ക്യൂർ സാധിക്കത്തുള്ളൂ. ഇവിടെ നമ്മൾ ഡയറ്റിന്റെ കാര്യത്തിൽ നമ്മുടെ മലയാളികൾക്ക് വയറ് നിറച്ച് ചോറുണ്ണണം, എന്നാലേ തൃപ്തി. 3 നേരവും റൈസ് ബേസ്ഡ് ഫുഡ് തന്നെയാണ് ചെല്ലുന്നത്. അപ്പൊ അതിൽ നിന്നൊരു മാറ്റം വരണം. പണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന മില്ലറ്റ്സും റാഗിയും അങ്ങനെയുള്ള സാധനങ്ങൾ ഡയറ്റ്സിൽ റൈസിന് പകരം ഉൾപ്പെടുത്തുക. കൂടുതൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇതെല്ലാം കഴിക്കാം. നമ്മുടെ മെയിൻ ആഹാരം കഴിഞ്ഞ് ഒരു സ്നാക്കായിട്ട് വേണം, കുറച്ച് 1-2 മണിക്കൂർ കഴിഞ്ഞ് വേണം നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കാൻ. അല്ലാതെ ഈ ആഹാരത്തിൻ്റെ ഒപ്പം ഫ്രൂട്ട്സും അതും എല്ലാം കൂടെ ഓവറായി. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഈ ഡയബറ്റീസുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതും നമുക്ക് കറക്റ്റ് ചെയ്യണം. രോഗിയിൽ ഈ ഉറക്കമില്ലായ്മ, സ്ട്രെസ്സും ഉറക്കമില്ലായ്മയും ഡയബറ്റീസിന്റെ ഒരു മെയിൻ കോസാണ്. അതെ. അല്ല, ഇപ്പോഴത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ചെറിയ ആൾക്കാർ തൊട്ട് മുതിർന്ന ആൾക്കാർ കൂടുതൽ സ്ക്രീൻ ടൈം, കൂടുതൽ ഫോണിൽ ചെലവഴിക്കുന്നത് കൊണ്ട് ഈ ഉറക്കക്കുറവ് കൂടുന്നുണ്ട് അല്ലേ? അതൊരു കാരണമാണോ? ഭക്ഷണം ഒരു 8 മണിക്ക് കഴിച്ചു, പിന്നെ 1 മണി 2 മണി വരെ ഈ ഫോണിൽ അല്ലെങ്കിൽ സ്ക്രീനിന്റെ മുമ്പിലായിരിക്കും. ആ സമയത്ത് മുഴുവൻ നമ്മൾ ബേക്കറി സാധനങ്ങൾ കുറിക്കുകയും ഓരോന്ന് കുടിക്കുകയും എല്ലാം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അത് മുഴുവൻ കണ്ടിന്യൂ ചെയ്ത് രാത്രിയിൽ ഉറങ്ങാൻ തുടങ്ങിയാൽ പിന്നെ രാവിലെ എണീക്കാൻ പറ്റത്തില്ല. അങ്ങനെ ആ ബോഡിയുടെ മെറ്റബോളിക് പ്രോസസ് എല്ലാം ഇന്ററപ്റ്റഡ് ആവുകയാണ്. പിന്നെ വരുന്നത് അമിതമായിട്ട് ഒരു ഗ്ലാസ് നിറച്ചും പാല് കുടിക്കും രാത്രി കിടക്കാൻ നേരത്ത്, അല്ലെങ്കിൽ ചിലപ്പം ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം ഒരു ഗ്ലാസ് പാല് കുടിക്കും. അപ്പൊ ഈ പാല് സ്പെഷ്യലി A1 മിൽക്ക്, ജനറ്റിക്കലി മോഡിഫൈഡ് കൗവിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ഈ മിൽക്ക്, അതിന് ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ട്. അത് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ ഒരുപാട് ബാഡ് ഇഫക്ട്സ് ആണ് ശരീരത്തിലുണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ ടൈപ്പ് 2 ഡയബറ്റീസ്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, സ്കിൻ അലർജീസ്, ഓട്ടിസം, പിന്നെ കോളോറെക്ടൽ ക്യാൻസർ, ഇങ്ങനെ പല കാരണങ്ങളുണ്ട്. പല ഡിസീസസും ഇതിൽ നിന്ന് ഉടലെടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ മിൽക്ക് ആക്ച്വലി കുടിക്കേണ്ട ആവശ്യമില്ല. അതൊരു അതിന് പകരം നമ്മൾ തൈരോ മോരോ ഒക്കെ ആയിട്ട് വേണേൽ ഉപയോഗിക്കാം. നാടൻ പശുവിൻ്റെ പാലും കുടിക്കാമല്ല, പക്ഷെ അല്ലാതെ ഇങ്ങനെയുള്ള എക്സ്ട്രാ തിങ്സ് നമ്മൾ അവോയ്ഡ് ചെയ്യണം. എക്സസ് ഓഫ് ഷുഗർ. ഇപ്പൊ ഷുഗറും സോൾട്ടും കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഇത്രയേറെ അസുഖങ്ങൾ മാൻകൈൻഡിന് വന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഷുഗറും സോൾട്ടും അത്
ഈ വൈറ്റ് വൈറ്റ് കളറുള്ള എല്ലാം ഒഴിവാക്കാൻ പറയുന്നത് കേൾക്കാം. അതെല്ലാം ആ കെമിക്കൽ സബ്സ്റ്റൻസസ് ആഡ് ചെയ്ത് ബ്ലീച്ച് ചെയ്താണ് ആ കളറിൽ വരുന്നത്. അതുകൊണ്ട് ഈ കെമിക്കൽസിന്റെ എല്ലാം ഉപയോഗം ഏറ്റവും നമ്മൾ കുറയ്ക്കാൻ ശ്രമിക്കേണ്ടതാണ്. പിന്നെ വരുന്നത് ബ്ലഡ് പ്രഷർ. ഈ ബിപിയും ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ പെടുന്നത് തന്നെയാണ് അല്ലേ? അതെ അതെ. അപ്പം അവിടെ പറയാൻ വന്നത് ഡയബറ്റീസിന്റെ കോംപ്ലിക്കേഷൻസ് എല്ലാം നമുക്ക് സേഫായിട്ട് ഹോമിയോപ്പതി വഴി ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഒരു ഉദാഹരണത്തിന് ഹോമിയോപ്പതിക് ന്യൂറോപ്പതി, കാലിൽ പുകച്ചിലും ടിംഗ്ലിംഗ് സെൻസേഷനും പെയിനും ഒക്കെ ഉണ്ടാകും. പിന്നെ കാലിലേക്കുള്ള രക്തയോട്ടം കുറയുന്നതിനും, പിന്നെ കിഡ്നി ഡാമേജും, ഇതൊക്കെ ഒരു റിവേഴ്സിബിൾ ലിമിറ്റ്സിനുള്ളിലാണെങ്കിൽ നമുക്ക് ഹോമിയോപ്പതി മെഡിസിൻസ് വളരെ ഫലപ്രദമാണ്. പിന്നെ വരുന്നത് ബ്ലഡ് പ്രഷറാണ്. ബ്ലഡ് പ്രഷറും ഇതുപോലെ തന്നെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലും എക്സസീവ് ഈറ്റിങ്ങും ലാക്ക് ഓഫ് സ്ലീപ്പും സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ കൊണ്ട് തന്നെയാണ് ഉണ്ടാകുന്നത്. പക്ഷേ ആ ബ്ലഡ് ഹൈപ്പർ ടെൻഷൻ പ്രോഗ്രസ് ചെയ്താൽ കാർഡിയോവാസ്കുലർ കംപ്ലയിൻസും പിന്നെ സ്ട്രോക്കും ഇങ്ങനെയൊക്കെ വരാം. അപ്പം അതുകൊണ്ട് അതെല്ലാം മെഡിസിൻസ് കൊണ്ട് കൺട്രോൾ ചെയ്യുന്നത് അത്യാവശ്യം. പക്ഷെ അവിടെയും ഡയറ്റും എക്സസൈസും നമ്മൾ ഫോളോ ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലേ? അതെ. പിന്നെ വരുന്നത് ഫാറ്റി ലിവറാണ്. ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ ലിവറിൽ ഫാറ്റ് എക്സസ് ആയിട്ട് അടിഞ്ഞു കൂടുന്ന അവസ്ഥ. അങ്ങനെ ആ ലിവർ മാം പറഞ്ഞതുപോലെ, ഡോക്ടർ പറഞ്ഞതുപോലെ കുട്ടികളിലും ഇപ്പോൾ ഫാറ്റി ലിവർ കാണുന്നുണ്ട്. പിന്നെ പൊതുവേ പണ്ടൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നു ആൽക്കഹോളിക് ആയിട്ടുള്ളവർക്കാണ് ഫാറ്റി ലിവർ. പക്ഷെ അതല്ല, പ്യോർ വെജിറ്റേറിയൻ ആയിട്ടുള്ളവരും നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ളവർക്കും വരുന്നു. അതിന് റീസണും ഈ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. ലൈഫ് സ്റ്റൈലിൽ അവിടെ നമ്മൾ കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സ് ആണ് കഴിക്കുന്നത്. അപ്പോൾ എക്സസീവ് കാർബോഹൈഡ്രേറ്റ്സ് പിന്നെ ഫാറ്റായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ പണ്ട് പറഞ്ഞ പോലെ നമ്മൾ എണ്ണ ഒഴിവാക്കണം, ബേക്കറി സാധനം ഒഴിവാക്കണം, ഡാൽഡ, വനസ്പതി ഇങ്ങനെയൊക്കെ ഒഴിവാക്കണം. പക്ഷെ അതിനോടൊപ്പം കാർബോഹൈഡ്രേറ്റ് കൺട്രോളും വേണം. പിന്നെ ഈ ലിവർ ഫാറ്റ് അടിഞ്ഞ് പിന്നെ ആ ലിവറിൽ ഇൻഫ്ലമേഷൻ ഉണ്ടായി, ആ ലിവറിന് സ്കാർ ടിഷ്യൂ ഉണ്ടാകും. പിന്നീട് അത് സിറോസിസിലേക്കൊക്കെ പ്രോഗ്രസ് ചെയ്യും. അപ്പോൾ ആൽക്കഹോൾ ഉപയോഗിക്കുന്നവർക്കുള്ള സിറോസിസും ഈ പറഞ്ഞ പോലെ ഉപയോഗിക്കാത്തവർക്കും ഉണ്ട്. അപ്പോൾ ഈ ലിവറിന് മെയിനായിട്ട് 2 ഫങ്ഷൻസ് ഉണ്ട്. ഒന്ന്, നമ്മൾ കഴിക്കുന്ന ന്യൂട്രിയൻസ് പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. രണ്ടാമത് ഈ വരുന്ന ടോക്സിൻസിനെ പുറന്തള്ളാനുള്ള ഇത് ലിവറാ ചെയ്യുന്നത്. അപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെ നമ്മൾ എന്തുമാത്രം കെമിക്കൽസിനോട് എക്സ്പോസ്ഡ് ആണ്. ഈ കെമിക്കൽസും ആ ടോക്സിക് സബ്സ്റ്റൻസസും എല്ലാം വന്ന് ലിവറിലാണ് അടിയുന്നത്. തീർച്ചയായിട്ടും. അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ലിവർ ഡാമേജ് അതുകൊണ്ടാണ് മെയിനായിട്ട് കൂടുന്നത്. ഫാറ്റി ലിവറിന്, ഫാറ്റി ഡീജനറേഷൻ ഓഫ് ലിവറിന് ഒരു ഗ്രൂപ്പ് ഓഫ് ഹോമിയോപ്പതിക് മെഡിസിൻസ് ഉണ്ട്, വളരെ ഫലപ്രദമാണ്. അതും നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് ആ പേഷ്യൻറ്റിനെ എടുക്കണം. പിന്നെ അത് കൂടാതെ തന്നെ പല മെഡിസിൻസ് ഉണ്ട്, കുർക്കുമ അങ്ങനെയൊക്കെ. അതെല്ലാം ഹോമിയോപ്പതിക് ലിവറിലുള്ള ടോക്സിൻസിനെ ക്ലീൻ ചെയ്യാൻ സഹായിക്കും. ഓക്കെ. അപ്പം അങ്ങനെയുള്ള ലിവറിനുള്ള മെഡിസിൻസും പിന്നെ കുറച്ച് ലിവർ ഫങ്ഷൻ ഡീറേഞ്ച്ഡ് ആയാൽ ലിവർ എൻസൈംസ് കുറച്ച് കൂടും. അങ്ങനെയുള്ള ചേഞ്ചസിനും ഹോമിയോപ്പതിക്ക് ഫലപ്രദമായ മെഡിസിൻസ് ഉണ്ട്. ലിവറിൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതിനും ഇവിടെ ഡയറ്റും എക്സസൈസും നിർബന്ധമാണ്. പിന്നെ നമ്മുടെ ഗവൺമെൻറ് തലത്തിൽ എല്ലാ ഹോമിയോപ്പതി ഹോസ്പിറ്റൽസിലും ആയുഷ്മാൻ ഭവ എന്നൊരു സ്കീമുണ്ട് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിന്. അവിടെ ഈ ഒരു യോഗ ഇൻസ്ട്രക്ടറുണ്ട്. പലപ്പോഴും നാച്ചുറോപ്പതി ആൻഡ് യോഗ ഡോക്ടറായിരിക്കും ആ യോഗ ഇൻസ്ട്രക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ഹോമിയോപ്പതി മെഡിസിൻസും ഈ യോഗ എക്സസൈസസും ഇതെല്ലാം കൂടെ ചേർന്ന് വളരെ നല്ല റിസൾട്ടാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസിൽ കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യം നമുക്കിപ്പോൾ ഉറപ്പിക്കാം, ഹോമിയോപ്പതിയിൽ ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ത് തന്നെ ആയാലും ഫലപ്രദമായ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. പക്ഷേ അവിടെയൊക്കെ താൻ പാതി ദൈവപാതി എന്ന് പറയുന്ന പോലെ നമ്മുടെ ഭാഗത്തുനിന്ന് എപ്പോഴും ഉണ്ടാവേണ്ടത് എക്സസൈസും പിന്നെ ഡയറ്റ് കൺട്രോളും എന്നുള്ളതാണ് അല്ലേ? അത് നമ്മുടെ ഭാഗത്തുനിന്ന് കൂടി സ്ഥിരമായിട്ടുണ്ടായാൽ തീർച്ചയായിട്ടും നല്ല ചികിത്സാ സമ്പ്രദായം തന്നെ ഹോമിയോപ്പതി നൽകുന്നുണ്ട് അല്ലേ ഡോക്ടർ? ഓക്കെ ഡോക്ടർ, എന്തായാലും ഈ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ടോക്ക് ഞങ്ങൾക്ക് നൽകിയതിൽ ഒത്തിരി സന്തോഷം.
ഇന്നത്തെ നമ്മുടെ ഈ ഒരു കെയർ ക്ലിനിക്കിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു വിഷയവുമായിട്ട് അടുത്ത ദിവസം നമുക്ക് കെയർ ക്ലിനിക്കിലൂടെ കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി. പ്രിയമുള്ളവരെ, അപ്പോൾ കെയർ ക്ലിനിക്കിൽ മറ്റൊരു വിഷയവുമായി ഡോക്ടർ ഗ്രേസ് തോമസുമായി തന്നെ നമുക്ക് അടുത്ത ആഴ്ച കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.